നയനയുടെയും ആദർശിൻ്റെയും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ഗോവിന്ദനാണെങ്കിൽ കൈ കൂമ്പിയിട്ടൊക്കെ നമ്മൾ ആദർശിൻ്റെ അടുത്ത് ക്ഷമ ചോദിക്കുന്നുണ്ട് കേട്ടോ. മോനെ ഈ കാര്യം നേരത്തെ അറിഞ്ഞില്ലായിരുന്നു, അപ്പം മോനെ ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ക്ഷമ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആദർശ് പറയുന്നുണ്ട്, അച്ഛാ അങ്ങനൊന്നും അച്ഛൻ ക്ഷമ ചോദിക്കേണ്ട കാര്യമില്ല. കാര്യം വെച്ചാൽ അച്ഛനെയും അമ്മയും എൻ്റെ സ്വന്തം അച്ഛനും അമ്മയും പോലെയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അച്ഛൻ ഇങ്ങനെ ക്ഷമയൊന്നും ചോദിക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുന്നുണ്ട്. അപ്പം നമ്മളെ കനക പറയുന്നുണ്ട്, മോനെ അഭിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് ഞങ്ങൾക്ക് നേരത്തെ അറിയാം. അതുകൊണ്ട് ആ കാര്യങ്ങൾ അറിഞ്ഞാൽ നമുക്ക് ഷോക്ക് ആവത്തതുമില്ല. പക്ഷേ മോനാണ് ഇങ്ങനെ ചെയ്തതെന്നൊക്കെ അറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആകെ ഷോക്കായി പോയെന്നൊക്കെ പറയും. മോനിക്ക് ഈ കാര്യം നേരത്തെ ഞങ്ങളത് പറയാമായിരുന്നൊക്കെ ഇങ്ങനെ കനക പറയുന്നുണ്ട്. അതിനെ പറയണേ, എപ്പോഴായാലും ചേച്ചി ആദർശേട്ടനെ കുറ്റപ്പെടുത്തിയൊക്കെ ഇങ്ങനെ സംസാരിക്കും. അപ്പം ചേച്ചിയുടെ ജീവിതം ഇല്ലാതാവാതിരിക്കാൻ വേണ്ടിയാണ് ആദർശേട്ടൻ അവൻ ചെയ്ത തെറ്റ് ആദർശേട്ടനെ ഏറ്റെടുത്തതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ നന്ദു ആണെങ്കിൽ പറയും, എന്തിനാ അതിൻ്റെ ആവശ്യം എന്തുവാ, ഇങ്ങനെ ഒരുത്തൻ ഇല്ലാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെയുള്ള ഒരുത്തൻ ഇല്ലാതെ ചേച്ചി ഇവിടെ വീട്ടിൽ വന്നിരുന്ന അത്രയ്ക്കും ചേച്ചിക്ക് സന്തോഷമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. നമ്മളെ നന്ദു ആണെങ്കിൽ സ്ട്രോങ് ആയിട്ടൊക്കെ ഇങ്ങനെ ഒരു തീരുമാനമൊക്കെ പറയുകയാണ്. പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ നവ്യയാണ്. നവ്യയാണെങ്കിൽ ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ അഭിയാണെങ്കിൽ നവ്യ അടുത്തോട്ട് വരുമെന്നുണ്ട്. ഇനി എന്തെങ്കിലുമൊക്കെ വന്ന് കുത്തിത്തിരിപ്പൊക്കെ ഇനി പറഞ്ഞുണ്ടാക്കണ്ടേ. ഇനി കാര്യം വെച്ചാൽ ഇനി മറ്റേ ആദർശ് നയനിയൊന്നും വന്നിട്ടില്ലല്ലോ. അപ്പോൾ അതിന് എന്തെങ്കിലുമൊക്കെ കുത്തിത്തിരിപ്പൊക്കെ പറയാനായിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലുള്ള ബെല്ലൈക്കനോട് ഒന്ന് എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.